പിണറായി വിജയൻ, റിയാസ് ഉൾപ്പെടുന്ന ഒരു നെക്സസിന് വേണ്ടിയിട്ട് ശ്രീ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ശശിയുടെ തന്നെ പിനിയാളായിട്ടുള്ള ശ്രീ എം.ആർ. അജിത് കുമാറും പാർട്ടിയെ പിടിച്ചു നിർത്തി പിണറായി വിജയൻ്റെ കൈവശത്ത് തന്നെ പാർട്ടിയെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് മുൻപിനാലെ പിണറായി വിജയനാൽ ഒതുക്കപ്പെട്ടിരുന്ന പി ജയരാജൻ ശ്രീ ഗോവിന്ദനെ കൂടി പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയപ്പെടുന്ന പി.വി. അൻവർ ഉൾപ്പെടെ, ജലീൽ ഉൾപ്പെടെ, ശ്രീ കാരാട്ട് ഉൾപ്പെടെയുള്ള ആളുകളെ പുറത്തു നിർത്തിക്കൊണ്ട് പാർട്ടിക്കാരാണെന്ന് ചോദിച്ചാൽ പാർട്ടിയല്ല, പാർട്ടിക്ക് മറുപടി പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ആയുധപ്പുരയിൽ ആയുധങ്ങളുള്ള ആളുകളെ പുറത്തു നിർത്തിക്കൊണ്ട് നടത്തുന്ന പാർട്ടി പിടിച്ചെടുക്കാൻ നടത്തുന്ന ഒരു യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. ഇതൊക്കെ പുറത്തു വന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള കളവുമില്ല, എല്ലാം കൃത്യമാണ്, ക്ലിയറാണ്. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇന്നിപ്പോൾ പി.വി. അൻവർ പറയുകയാണ്, 3 കാര്യങ്ങൾ പറഞ്ഞു. 1, എനിക്ക് ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. 2, തെളിവ് നശിപ്പിക്കുന്നു. കസ്റ്റംസിൻ്റെ തന്നെ അപ്രൈസർ ഉൾപ്പെടെയുള്ള ആളുകൾ, ചില ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള അപ്രൈസർമാർ സ്വർണം കടത്തുന്നു, പിന്നിൽ സുജിത് ദാസ് ആണെന്ന് ആരോപിക്കപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അന്വേഷണം പ്രഹസനമാണ്. ഈ ഹസ്കർ എന്നത് മനസ്സിലാവില്ല. ഹസ്കറൊക്കെ ഇപ്പോൾ വന്നിരിക്കുകയാണ് നിരീക്ഷകരായിട്ട്. എന്നാൽ യഥാർത്ഥ പാർട്ടിക്കാരന്മാർ ഒരുത്തരും ഇല്ലല്ലോ. ഇപ്പോൾ CPM വേണ്ടിയിട്ട് ഘോരം വാദിച്ചിരുന്ന വക്താക്കന്മാർ ഒരാൾ പോലും ഇപ്പോൾ ചാനലിൽ വരുന്നില്ലല്ലോ. എല്ലാവരും തലയിൽ മുന്നിട്ടുകൊണ്ട് മുങ്ങിയല്ലോ. എന്താ കാര്യം? ഹസ്കർമാർ വരേണ്ടി വരുന്നതും പാർട്ടിക്കാർ ഒളിച്ചോടുന്നതിൻ്റെ പിറകിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള വിചാരണയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു പൊളിറ്റിക്കൽ വെർഷൻ. അപ്പോൾ പി ശശിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാകണം, തലശ്ശേരിയിൽ നിന്ന് ജയിക്കണം, പിണറായിക്കും റിയാസിനും വേണ്ടിയിട്ട് പാർട്ടിയെ പിടിച്ചു നിർത്തണം. ഗോവിന്ദനാണെങ്കിൽ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കണം, എം.ആർ. അജിത് കുമാർ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പിടിച്ചെടുത്ത് നിലനിർത്താനുള്ള പിണറായി വിജയൻ്റെ ശ്രമങ്ങളെ പൊളിച്ചെടുക്കണം. ഈ 2 യുദ്ധങ്ങൾക്കിടയിലാണ് ഈ കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആരാണ് എം.ആർ. അജിത് കുമാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾക്കറിയാമല്ലോ. ആദ്യം സ്വപ്ന സുരേഷ് ഒരു ആരോപണം ഉന്നയിച്ചു. ആർക്കെതിരെ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ, ഭാര്യയ്ക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ. എന്താ ആരോപണം? സ്വർണം കടത്താണ്, ഡോളർ കടത്താണ്, അറബിയെ കൊണ്ടുവരലാണ്, പ്രോട്ടോകോൾ ലംഘനങ്ങളാണ്, പിന്നെ കറുത്ത ബാഗിൽ പിന്നെ വിമാനത്താവളം വഴി ദുബായിലേക്ക് ഡോളർ കടത്താണ്. നിരവധി ആരോപണങ്ങൾ വരുമ്പോൾ വിജിലൻസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന, ക്രമസമാധാനത്തിൻ്റെ ഒരു ചുമതലയും ഇല്ലാത്ത ADGP എം.ആർ. അജിത് കുമാർ വളരെ വേഗം സ്വപ്ന സുരേഷിനെ ഒതുക്കാൻ, അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ കൈപ്പിള്ളയിൽ വെച്ചുകൊണ്ട് അമർത്താൻ, അവരെ ഉപയോഗിച്ചുകൊണ്ട് പരാതി ലഘൂകരിക്കാൻ അതിദ്രുതം പ്രവർത്തിക്കുന്നു. ആർക്ക് വേണ്ടി? ശശിക്ക് വേണ്ടി. ശശിയുടെ പിറകിലാരാ? പിണറായി വിജയൻ. എന്നിട്ടോ യാഷ് കിരൺ എന്ന് പറയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, യാഷ് കിരൺ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ കോടിയേരിക്കും പിണറായിക്കുമെല്ലാം അമേരിക്കയിൽ നിക്ഷേപമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നതിൻ്റെ പുറകിൽ 43 വാട്സപ്പ് കോളുകളുമായിട്ട് ഒരു അടിയന്തര ഘട്ടത്തിലെ അവധൂതനെ പോലെ ഇടപെടുകയാണ് ശ്രീ അജിത് കുമാർ. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളെ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് പലതവണ പല അഭീത മാർഗത്തിലൂടെ ഇടപെട്ട ആളാണ് ഈ പറയപ്പെടുന്ന ADGP അജിത് കുമാർ. പിണറായി വിജയൻ്റെ സ്വന്തമാണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കും.